എല്ലാവർക്കും Ryzen Gadgeton's മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ വിൻഡോസ് 10 ഡൗൺലോഡ് ചെയ്യാം എന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. സോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായി കാണുക. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. വിൻഡോസ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി 4GB ഡാറ്റ ഇൻ്റർനെറ്റ് ഡാറ്റ ആവശ്യമായുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബൂട്ടബിൾ USB ഡ്രൈവ് ആവശ്യമാണെങ്കിൽ മിനിമം 8GB സ്റ്റോറേജ് ഉള്ള ഒരു പെൻ ഡ്രൈവും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിളിൽ വിൻഡോസ് 10 ഡൗൺലോഡ് എന്ന് കൊടുക്കുക. കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ലിങ്ക് കാണാം. ഡൗൺലോഡ് വിൻഡോസ് 10 ഡിസ്ക് ഇമേജ് ISO ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാൻ സാധിക്കും. സോ ഫസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സൈറ്റിലോട്ടാണ് അത് ഡയറക്റ്റ് ആവുക. ഓക്കെ, അതിൽ നമ്മുടെ താഴത്തെ ക്രിയേറ്റ് വിൻഡോസ് 10 ഇൻസ്റ്റാളേഷൻ മീഡിയ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഡൗൺലോഡ് ടൂൾ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ടൂൾ നൗ ക്ലിക്ക് ചെയ്യുന്നതും ഒരു EXE ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. മീഡിയ ക്രിയേഷൻ ടൂൾ എന്നാണ് ഈ ഒരു ഫയലിൻ്റെ പേര്. അപ്പോൾ അത് 1.8 MB ആണ്. ജസ്റ്റ് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ പെർമിഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അത് യെസ് കൊടുക്കുക. യെസ്, അപ്പോൾ വിൻഡോസിൻ്റെ വിൻഡോസ് 10 സെറ്റപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, വിൻഡോസ് 10 സെറ്റപ്പ് ഓപ്പൺ ആയി. അപ്പോൾ ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ ലൈസൻസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ വാട്ട് ഡു യു വാണ്ട് ടു ഡു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ അപ്ഗ്രേഡ് ദിസ് PC നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ക്രിയേറ്റ് ഇൻസ്റ്റലേഷൻ മീഡിയ, അതായത് ഈ ഇൻസ്റ്റലേഷൻ മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പെൻ ഡ്രൈവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൻ ഡ്രൈവിനെ ബൂട്ടബിൾ ഡിസ്ക് ആക്കാൻ പറ്റും. അതായത് അപ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടർ അല്ല, വേറൊരു കമ്പ്യൂട്ടറിലാണ് നമുക്ക് വിൻഡോസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രിയേറ്റ് ഇൻസ്റ്റലേഷൻ മീഡിയ കൊടുക്കുന്നതാണ് നല്ലത്. അതായത് ജസ്റ്റ് ആ പെൻ ഡ്രൈവിൻ്റെ അകത്ത് വിൻഡോസ് ഡൗൺലോഡായി അതിനെ നമുക്ക് ബൂട്ടബിൾ ഡിസ്ക് ആക്കി തരും. അല്ല, നമുക്ക് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന PC-യിലാണ് നമുക്ക് വിൻഡോസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ദിസ് PC നൗ കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ PC-യിൽ തന്നെ വിൻഡോസ് ഡൗൺലോഡ് ആവുകയും നമ്മുടെ ഇപ്പോഴത്തെ PC-യിൽ വേറെ ചേഞ്ചസ് ഒന്നും വരാതെ നമ്മുടെ OS മാത്രം ചേഞ്ച് ആവുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അത് കൊടുക്കുന്നില്ല. അത് ജസ്റ്റ് സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ദിസ് PC നൗ എന്ന് പറഞ്ഞ് ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്താൽ മതി. ബാക്കി കുറച്ച് സെറ്റപ്പുകൾ മാത്രമേ ഉള്ളൂ, അത് ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, എന്തായാലും ഞാൻ നെക്സ്റ്റ് ക്രിയേറ്റ് ഇൻസ്റ്റാളേഷൻ മീഡിയ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുവാണ്. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തപ്പോൾ നമ്മളിവിടെ സെലക്ട് ലാംഗ്വേജ് ആർക്കിടെക്ചർ ആൻഡ് എഡിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ടാണ് വരുന്നത്. ഇത് ഇപ്പോൾ ലാംഗ്വേജ് ഇംഗ്ലീഷ്, എഡിഷൻ വിൻഡോസ് 10, ആർക്കിടെക്ചർ 64 ബിറ്റാണ് കിടക്കുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചോ എന്തെങ്കിലും കാര്യങ്ങൾ വരുത്തുകയാണെങ്കിൽ യൂസ് ദ റെക്കമെൻഡഡ് ഓപ്ഷൻ ഫോർ ദിസ് PC എന്ന് പറയുന്ന ആ ഒരു ചെക്ക് ബോക്സ് അൺചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ഓരോ 32 വേണോ 64 വേണോ അതെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആ ബോക്സ് ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തപ്പോൾ നമുക്കിവിടെ ചൂസ് വിച്ച് മീഡിയ ടു യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ USB ഫ്ലാഷ് ഡ്രൈവിൽ ചെയ്യണോ അതോ ISO ഫയലായിട്ട് ഡയറക്റ്റ് ഡൗൺലോഡ് ആവണോ എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിൻഡോസ് 10ൻ്റെ ഡൗൺലോഡിങ് തുടങ്ങിയിരിക്കുകയാണ്. ഈ ടൈം നിങ്ങൾക്ക് വേറെ ഏത് ആപ്പ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് കിടന്ന് റൺ ആവുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഡൗൺലോഡ് കഴിഞ്ഞിട്ടുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ഏകദേശം തീരാറായിട്ടുണ്ട്. യെസ്, ഡൗൺലോഡ് തീർന്നു. വെരിഫൈയിങ് യുവർ ഡൗൺലോഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡൗൺലോഡ് തീരാനായിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തു. അത് ആക്ച്വലി ഒരു 3.25 GB അടുപ്പിച്ച് വരുന്നുണ്ട് നമ്മുടെ വിൻഡോസിൻ്റെ ഡൗൺലോഡ് എന്ന് പറയാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റിംഗ് വിൻഡോസ് 10 മീഡിയ, ഇതിപ്പോൾ നമ്മുടെ USB ഡ്രൈവിനെ ബൂട്ടബിൾ ഡ്രൈവ് ആക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ക്രിയേറ്റിംഗ് വിൻഡോസ് 10 മീഡിയ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ യുവർ USB ഫ്ലാഷ് ഡ്രൈവ് ഈസ് റെഡി എന്ന് കാണിച്ചു. ഓക്കെ, ഞാൻ അപ്പോൾ ഫിനിഷ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വിൻഡോസിൻ്റെ സംഭവം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വിൻഡോസ് എല്ലാം പക്കയായിട്ട് ഡൗൺലോഡായി.
ഓക്കെ, ഞാൻ ഫിനിഷ് കൊടുത്തു. സെറ്റപ്പ് ഈസ് ക്ലീനിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സെറ്റപ്പ് അവിടെ ക്ലോസ് ആയി. ഓക്കെ, നമ്മളിപ്പോൾ ദിസ് പി സി വന്നു. എൻ്റെ USB ഡ്രൈവിൻ്റെ നെയിമൊക്കെ അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഒന്ന് പ്രോപ്പർട്ടീസ് എടുക്കാം. പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ 3.85 GB ആണ് യൂസ്ഡ് സ്പേസ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ അത്രയും GB യൂസ് ആയിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് 4 GB ഇൻ്റർനെറ്റ് ആവശ്യമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് സെറ്റപ്പും ബാക്കി കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ പെൻ ഡ്രൈവ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒരിക്കലും ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്തു. യെസ്, നമ്മുടെ ബൂട്ടബിൾ ഡ്രൈവ് ആയിട്ടുണ്ട് നമ്മുടെ പെൻ ഡ്രൈവ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഷോ യുവർ ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദിസ് ഈസ് റൈസിംഗ് Gadgeton signing out.